കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ലോകം ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാസമുദ്രങ്ങളെ മൊത്തം അടക്കി ഭരിച്ചിരുന്ന ഒരു രാക്ഷസ ജീവിയുണ്ടായിരുന്നു. അതാണ് മെഗലഡോൺ. 80 അടിയോളം വലിപ്പമുണ്ടായിരുന്ന ഈ രാക്ഷസ ജീവിയുടെ ഒരു കടിക്ക് 1,00,000 ന്യൂട്ടൺസിൽ കൂടുതൽ ശക്തിയുണ്ടായിരുന്നു. താരതമ്യേന പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും കടിശക്തി കൂടിയ ജീവിക്ക് ഇതിന്റെ 10% കടിശക്തിയേ ഉള്ളൂ. ഇവ ചെറിയ മീനുകളെയല്ല വേട്ടയാടിയിരുന്നത്, മറിച്ച് ബൃഹത്തായ തിമിംഗലങ്ങളെയാണ്. ഇതിന്റെ 18 സെന്റിമീറ്ററോളം വലിപ്പമുള്ള 100 കണക്കിന് കൂർത്ത പല്ലുകൾ കാണുമ്പോൾ തന്നെ ഏതൊരാൾക്കും ഭയം തോന്നും. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ സമുദ്രജീവികളുടെ എല്ലാം ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു മെഗലഡോൺസ്. എന്നാൽ ഈ രാക്ഷസ സ്രാവുകളെ പോലും വേട്ടയാടിയിരുന്ന മറ്റൊരു ജീവിയുണ്ടായിരുന്നു. അതാണ് ലിവിയാറ്റൻ, പുരാതന സമുദ്രങ്ങളുടെ യഥാർത്ഥ പേടി സ്വപ്നം. 2008 ഒരു കൂട്ടം ഗവേഷകര് സൗത്ത് അമേരിക്കയിൽ പെറുവിന്റെ തീരപ്രദേശത്തുള്ള ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ തികച്ചും യാദർശികമായിട്ടൊരു ഫോസിൽ കണ്ടെത്താനിടയായി. ഫോസിൽ എന്ന് പറയുമ്പോൾ ആകെ തലയോട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു ബൃഹത്തായ ഭീകര ജീവിയുടെ ഫോസിലാണെന്ന് മനസ്സിലാക്കാൻ ആ തലയോട്ടി തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കണ്ടെത്തിയ ഗവേഷകര് അതിന് ലിവിയാറ്റൻ എന്ന് പേര് നൽകിയത്. പുരാതന കാലത്തിലെ ചില കെട്ടുകഥകളിലെ പ്രശസ്തമായ ഒരു സാങ്കല്പിക രാക്ഷസ ജീവിയാണ് ലെവിയാഥൻ. അതിന്റെ ഇൻസ്പിറേഷനിലാണ് അവർ ഈ ജീവിക്ക് ലിവിയാറ്റൻ എന്ന് പേര് നൽകിയത്. 2008 ശേഷം പിന്നെ ലിവിയാറ്റന്റെ വേറെയും നിരവധി ഫോസിലുകൾ കിട്ടി. അങ്ങനെ ലിവിയാറ്റനെ കുറിച്ച് പല കാര്യങ്ങളും പാലിയന്റിയോളജിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ലിവിയാറ്റൻ ശരിക്കും ഒരു സമുദ്ര ജീവി വർഗമാണ്. കൃത്യമായി പറഞ്ഞാൽ ഫൈസെറ്ററോയിഡ് എന്ന ഫാമിലിയിൽ പെടുന്ന ഒരു തിമിംഗല വർഗം. ഇതേ ഫാമിലിയിൽ തന്നെയുള്ള മറ്റൊരു വർഗമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്പേം തിമിംഗലങ്ങൾ. അതായത് ഇന്നത്തെ സ്പേം വെയിൽസിന്റെ പൂർവികരായിരുന്നു ലിവിയാറ്റൻ. അതുകൊണ്ട് തന്നെ ലിവിയാറ്റനും സ്പേം വെയിൽസിനും തമ്മിൽ വലിയ രൂപസാദൃശ്യമുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള തലയും ഗംഭീരമായ വലിപ്പവും ബലിഷ്ഠമായ ശരീരവുമാണ് പ്രധാന സാമ്യതകൾ. ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ലിവിയാറ്റൻ ജീവിച്ചിരുന്നത്. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഡേറ്ററുകളിൽ ഒന്നായിരുന്നു ലിവിയാറ്റൻ. വേട്ടയാടി ഇര പിടിക്കുന്ന ജീവികളെയാണ് നമ്മൾ പ്രഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 57 അടി വരെ നീളമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അതായത് ഒരു KSRTC ബസിനേക്കാൾ കൂടുതൽ നീളം. ഇതിന്റെ തലയോട്ടിക്ക് മാത്രം ഏതാണ്ട് 10 അടി നീളമുണ്ട്. എന്നുവെച്ചാൽ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഇരട്ടിയോളം നീളം മാത്രമല്ല, അതിനൊത്ത ഭാരവും ഉണ്ടായിരുന്നു. ലിവിയാറ്റൻ 60,000 കിലോഗ്രാമിന് മുകളിൽ ഭാരം വെച്ചിരുന്നുവെന്നാണ് നിഗമനം. അതായത് ശരാശരി ഏഷ്യൻ ആനകളുടെ 15 മടങ്ങ് ഭാരം. താരതമ്യേന നോക്കിയാൽ ഇന്നത്തെ സ്പേം വെയിൽസിനും ഏകദേശം ഇത്രയും വലിപ്പവും ഭാരവും ഒക്കെയുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം ശരിക്കും ഒരു എസ്റ്റിമേഷൻ ആണ്. ലിവിയാറ്റന്റെ ഒരുപാട് ഫോസിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ പൂർണ്ണമായിരുന്നില്ല. ഇന്നത്തെ സ്പേം വെയിൽസിനെ ലിവിയാറ്റന്റെ ഫോസിൽസുമായിട്ട് താരതമ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലിവിയാറ്റന്റെ ഭാരവും വലിപ്പവും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലിവിയാറ്റന്റെ ശരിക്കുമുള്ള വലിപ്പവും ഭാരവും എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കാനും കുറവായിരിക്കാനും സാധ്യതയുണ്ട്. രൂപസാദൃശ്യം വെച്ച് നോക്കുമ്പോൾ ലിവിയാറ്റനും ഇന്നത്തെ സ്പേം വെയിൽസിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നുവെന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് തികച്ചും തെറ്റാണെന്ന കാര്യം ലിവിയാറ്റൻ വാ തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഏറ്റവും ഭയാനകമായ പല്ലുകളുള്ള ജീവികളിലൊന്നാണ് ലിവിയാറ്റൻ. ഇന്നത്തെ സ്പെയിൻ വെയിൽസിന് താഴെ മാത്രമേ പല്ലുകളുള്ളൂ. എന്നാൽ ലിവിയാറ്റൻ ആണെങ്കിൽ മുകളിലും പല്ലുകളുണ്ട്. ഈ പല്ലുകൾ ശരിക്കും ഭീമാകാരമായിരുന്നു. ഏറ്റവും വലിയ പല്ലിന് 36 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. ഇന്നേ വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പല്ലുകളുള്ള ജീവി എന്ന സ്ഥാനം യഥാർത്ഥത്തിൽ നിലവിൽ ലിവിയാറ്റന് തന്നെയാണ്. താരതമ്യേന നോക്കിയാൽ ഇന്നത്തെ സ്പേം വെയിൽസിന്റെ പല്ലുകൾക്ക് 20 സെന്റിമീറ്റർ നീളമേ ഉള്ളൂ. എന്തിനേറെ പറയുന്നു, ഇതിന്റെ മുന്നിൽ മെഗലഡോണിന്റെ പല്ലുകൾ പോലും ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും. മറ്റൊരു കാര്യം, ആനകളും വാൽറസുകളും പോലെയുള്ള ജീവികൾക്ക് ഇതിനേക്കാൾ നീളമുള്ള പല്ലുകൾ ഉണ്ട്. അതാണ് ടസ്കുകളായിട്ട് നമ്മൾ പുറത്തു കാണുന്നത്. പക്ഷേ ടസ്കുകൾ കടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പല്ലെന്ന സ്ഥാനം ലിവിയാറ്റന് നൽകിയിരിക്കുന്നത്. എന്തായാലും നീളം മാത്രമല്ല പല്ലുകളുടെ പ്രത്യേകത, പല്ലുകൾക്ക് അതിനൊത്ത വീതിയുമുണ്ട്. മധ്യഭാഗത്തിന് 10 സെന്റിമീറ്ററോളമാണ് വീതി. ഇത്രയും വലിപ്പമുള്ള ഒരു പല്ലിന് പല കിലോഗ്രാമുകൾ ഭാരമുണ്ടായിരുന്നു. പല്ലിന്റെ അറ്റം വളരെ കോർത്തതാണ്. ഇരകളുടെ ദേഹത്ത് കുത്തിയിറക്കാൻ അത് സഹായിക്കും. മുകളിലും താഴെയുമായിട്ട് ലിവിയാറ്റന് 40 പല്ലുകൾ ഉണ്ടായിരുന്നു.
കടിക്കുമ്പോൾ മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ പല്ലുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു കത്രിക പോലെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇരകളെ നിഷ്പ്രയാസം കടിച്ചു കീറി കഷ്ണങ്ങളാക്കുന്ന രീതിയിലാണ് ഈ പല്ലുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു പുറമെ ഈ പല്ലുകൾ വളരെ ആഴത്തിൽ വേരൂന്നി ഇരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാലും എത്ര വലിയ ഇരകളായിരുന്നാലും ആ കടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ വളരെ വലിയ രാക്ഷസ ജീവികളെ പോലും തീർച്ചയായും ലിവ്യാറ്റൻ വേട്ടയാടിയിരുന്നിരിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ലിവ്യാറ്റന്റെ തലയോട്ടിയിൽ ടെമ്പറൽ ഫോസ എന്ന ഭാഗത്ത് അസാമാന്യമായ വലിയൊരു പൊള്ള കാണാൻ സാധിക്കും. അവിടെ കടിക്കാനും ചവയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന മസിൽസ് ആണുള്ളത്. ഇത്രയും വലിയ പൊള്ള കാണുമ്പോൾ അവിടെ അത്രയേറെ മസിൽസ് ഉണ്ടായിരുന്നുവെന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അതിന് അസാമാന്യമായ കടിശക്തിയും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിർഭാഗ്യവശാൽ ഇതുവരെ ലിവ്യാറ്റന്റെ കടിശക്തി കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇന്നത്തെ തിമിംഗലങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ലിവ്യാറ്റന്റെ കടിക്ക് 1,00,000 ന്യൂട്ടൺസോളം ശക്തി ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. താരതമ്യേന പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ളതായിട്ട് പരിഗണിക്കുന്നത് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിനെയാണ്. ഏതാണ്ട് 17,000 ന്യൂട്ടൺസ് ആണ് അതിന്റെ കടിശക്തി. ഓർക്കയ്ക്ക് അതിനേക്കാൾ കൂടുതൽ കടിശക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല. കാരണം അതൊരു മിത്താണ്. അതിനെക്കുറിച്ച് ഞാൻ പണ്ട് മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും കടിശക്തിയുള്ള രണ്ടാമത്തെ ജീവിയായിട്ടാണ് ഇന്ന് ലിവ്യാറ്റനെ പരിഗണിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ലിവ്യാറ്റന് ജീവൻ നിലനിർത്താൻ അതിനനുസരിച്ച് ആഹാരവും കഴിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സ്പേം തിമിംഗലങ്ങൾ ഒരു ദിവസം 2000 കിലോഗ്രാമിൽ കൂടുതൽ ആഹാരം കഴിക്കാറുണ്ട്. തീർച്ചയായും ലിവ്യാറ്റനും ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കും. ഇത്രയും കടിശക്തിയും വലിപ്പവും ഒക്കെ ഉള്ളതിനാൽ ലിവ്യാറ്റന് കണ്ണിൽ കാണുന്ന ഏകദേശം എല്ലാ ജീവികളെയും ആഹാരമാക്കാൻ കഴിയും. അത് ഇന്നത്തെ സ്പേം വെയിൽസിന്റെ കാര്യത്തിലും ഏതാണ്ട് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും കടലിന്റെ അന്ധകാരം നിറഞ്ഞ ആഴങ്ങളിൽ വേട്ടയാടുമ്പോൾ, പ്രത്യേകിച്ച് സമുദ്രം നിറയെ രാക്ഷസ ജീവികൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കടിശക്തിയും വലിപ്പവും മാത്രം മതിയാകില്ല. അതുകൊണ്ട് തന്നെ ലിവ്യാറ്റന് മറ്റൊരു ആയുധവും കൂടെ ഉണ്ടായിരുന്നു. അതാണ് എക്കോ ലൊക്കേഷൻ. ലിവ്യാറ്റന്റെ തലയൊട്ടിക്ക് മുകളിൽ വലിയൊരു കുഴി കാണാൻ സാധിക്കും. സുപ്രാക്രേനിയൽ ബേസിൻ എന്നാണ് ആ ഭാഗത്തിന്റെ പേര്. ഈ ഭാഗത്തിൽ സ്പെർമസെറ്റി എന്നൊരു വലിയ അവയവമുണ്ട്. ഇന്നത്തെ സ്പേം വെയിൽസിനും അതുണ്ട്. സ്പേം വെയിൽസിന്റെ തലയുടെ ഏറ്റവും മുകളിലാണ് അത് കാണപ്പെടുന്നത്. ഈ അവയവം നിറയെ പലതരം എണ്ണകളും മെഴുകു പോലത്തെ പദാർത്ഥങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ചില പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവയവം ലിവ്യാറ്റൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ മറ്റു ജീവികളിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചു വരും. ആ ശബ്ദങ്ങളെ ഡിറ്റക്ട് ചെയ്യുന്നതിലൂടെ ഇരകൾ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് ഇവയ്ക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് എക്കോ ലൊക്കേഷൻ. പൂർണ്ണമായ അന്ധകാരത്തിൽ 5000 അടി അകലെയുള്ള വെറും 30 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയൊരു ജീവിയെ പോലും എക്കോ ലൊക്കേഷനിലൂടെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ സ്പേം വെയിൽസിന് സാധിക്കും. സ്പേം വെയിൽസിനേക്കാൾ വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ലിവ്യാറ്റന് അതിനേക്കാൾ അകലെയുള്ള ജീവികളെ പോലും കണ്ടെത്താൻ കഴിയും. അതിനാൽ അന്ധകാരം നിറഞ്ഞ ആഴക്കടലിൽ ഇര പിടിക്കാനായാലും അതിജീവിക്കാനായാലും എക്കോ ലൊക്കേഷൻ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. എക്കോ ലൊക്കേഷന് വേണ്ടി മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഈ ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനു പുറമെ ഒരുപക്ഷെ ഉയർന്ന ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഇരകളെ കൺഫ്യൂസ് ചെയ്യിക്കാനും ലിവ്യാറ്റന് കഴിഞ്ഞിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ലിവ്യാറ്റന്റെ സ്പെർമസെറ്റി ഓർഗന് കീഴിൽ തലയുടെ ഏറ്റവും മുന്നിലായിട്ട് ജങ്ക് എന്ന മറ്റൊരു ഘടന കാണാം. ഈ ഘടനയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവയുടെ തലയ്ക്ക് ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്നത്. ഇതും എക്കോ ലൊക്കേഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനു പുറമെ ഇത് മറ്റൊരു ആയുധവും കൂടെയാണ്. വളരെ ശക്തമായ ആഘാതം പോലും താങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഘടന നിർമ്മിതമായിരിക്കുന്നത്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് ഇരകളെ അതിവേഗത്തിൽ വന്ന് ഇടിക്കാനുള്ള ഒരു ആയുധമാണ്. അങ്ങനെ ലിവ്യാറ്റനിൽ നിന്നും ഒരു ഇടി കിട്ടുമ്പോൾ തന്നെ മിക്കവാറും ഇരകളൊക്കെ കുഴഞ്ഞു പോകും. പിന്നെ എളുപ്പത്തിൽ അവയെ കൊല്ലാനും കഴിയും. ഇന്നത്തെ സ്പേം വെയിൽസും ഇങ്ങനെ ചെയ്യാറുണ്ട്. 2,00,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള വലിയ കപ്പലുകളെ പോലും സ്പേം തിമിംഗലങ്ങൾ ഇടിച്ചു മുക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലിവ്യാറ്റനിൽ നിന്നും ഒരു ഇടി കിട്ടുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഭീകരമായ ഈ ജീവി തീർച്ചയായും ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിലായിരുന്നിരിക്കും. പക്ഷേ ഏറ്റവും മുകളിൽ ലിവ്യാറ്റൻ തനിച്ചായിരുന്നില്ല. ലിവ്യാറ്റൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാസമുദ്രങ്ങളെ വിറപ്പിച്ചിരുന്ന മറ്റൊരു രാക്ഷസ ജീവിയുണ്ടായിരുന്നു. അതാണ് മെഗലഡോൺ. ധ്രുവപ്രദേശങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സമുദ്രങ്ങളിലും മെഗലഡോൺസ് ജീവിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ലിവ്യാറ്റനും മെഗലഡോണും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും.
രണ്ട് ജീവികളും ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിലായതിനാൽ രണ്ടും ഒരേപോലത്തെ ജീവികളെ ആയിരിക്കും വേട്ടയാടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ടാകും. ഇവ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുമെന്നത് പണ്ട് മുതലേയുള്ള ഒരു തർക്ക വിഷയമാണ്. ഒറ്റ നോട്ടത്തിൽ മെഗലഡോൺ തന്നെയാണ് കൂടുതൽ ശക്തിശാലി. കാരണം നിഗമന പ്രകാരം മെഗലഡോണിന് 80 അടി വരെ നീളമുണ്ടായിരുന്നു. നീളത്തിനനുസരിച്ച് ഭാരവുമുണ്ട്. 60,000 കിലോഗ്രാം മുതൽ 1,00,000 കിലോഗ്രാം വരെ ഭാരം വെച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അതായത് മെഗലഡോണിന്റെ വലിപ്പവും ഭാരവും ലിവിയാറ്റനേക്കാൾ കുറച്ചെങ്കിലും കൂടുതലാണ്. അതിനു പുറമെ മെഗലഡോണിന്റെ കടിശക്തിയും ഗംഭീരമാണ്. ഇതിന്റെ ഒരു കടിക്ക് 1,00,000 ന്യൂട്ടൺസ് മുതൽ 2,00,000 ന്യൂട്ടൺസ് വരെ ശക്തി ഉണ്ടായിരുന്നിരിക്കുമെന്നാണ് എസ്റ്റിമേഷൻ. അതായത് കരയിലും സമുദ്രത്തിലുമായിട്ട് ഇതുവരെ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കടിശക്തി കൂടിയ ജീവി മെഗലഡോൺ ആണ്. 18 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഇതിന്റെ 100 കണക്കിന് കൂർത്ത പല്ലുകളും പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്രയും ശക്തമായ ഒരു രാക്ഷസ സ്രാവിന് ലിവിയാറ്റനെ പോലെ ഒരു തിമിംഗലം വലിയ വെല്ലുവിളിയൊന്നും ആയിരിക്കില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവെ സ്രാവുകളെല്ലാം വളരെ സോളിറ്ററി ആയ ജീവികളാണ്, അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവ. എന്നാൽ തിമിംഗലങ്ങൾ നേരെ തിരിച്ചാണ്. വലിയ വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവ ജീവിക്കുന്നത്. അതിനാൽ ലിവിയാറ്റൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മെഗലഡോൺ ഒരു ലിവിയാറ്റനെ ആക്രമിക്കാൻ വന്നാൽ തീർച്ചയായും മറ്റ് ലിവിയാറ്റൻസും സഹായിക്കാൻ വേണ്ടി ഓടിയെത്തും. മെഗലഡോൺ എത്ര തന്നെ ശക്തിശാലിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ ലിവിയാറ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മെഗലഡോണിന്റെ കാര്യം പോക്കാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് പരിഗണിച്ച് നോക്കിയാൽ രണ്ട് ജീവികളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഫൈറ്റ് ചെയ്യുന്നതിലുപരി മിക്കവാറും രണ്ട് ജീവികളും ഒഴിഞ്ഞു മാറാനാണ് കൂടുതൽ സാധ്യത. കാരണം എളുപ്പത്തിൽ വേട്ടയാടാൻ കഴിയുന്ന നിരവധി ജീവികൾ വേറെയുള്ളപ്പോൾ പിന്നെ റിസ്ക് എടുത്ത് തന്നോളം വരുന്ന വലിയ പ്രഡേറ്ററിനെ ആക്രമിക്കേണ്ട കാര്യമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക അപെക്സ് പ്രഡേറ്റേഴ്സിനെ നോക്കിയാലും ഇതേ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രഡേറ്റർ മറ്റേതിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാറുണ്ട്. അതേപോലെ ലിവിയാറ്റനും മെഗലഡോണും ചിലപ്പോൾ പരസ്പരം അവരുടെ കുട്ടികളെ വേട്ടയാടിയിരുന്നിരിക്കാം. എന്നാൽ ഇത് പറയുമ്പോഴും ഇവ രണ്ടും ഒരേ ജീവികളെയാണ് വേട്ടയാടിയിരുന്നത് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് അപൂർവമായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തീർച്ചയായും ഇവ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ ഏതാണ് ജയിക്കുക എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവ രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പല ദശലക്ഷം വർഷങ്ങളോളം കാലം ഇവ ഒരേ സമുദ്രത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തു. രണ്ട് വർഗത്തിനും വംശനാശം സംഭവിച്ചതും ഏകദേശം ഒരേ ഘട്ടത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. അല്ലായിരുന്നുവെങ്കിൽ പരസ്പരമുള്ള യുദ്ധം കാരണം ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിന് വംശനാശം സംഭവിച്ചേനെ. എല്ലാ രാജാക്കന്മാർക്കും ഒരിക്കൽ പതനമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ ലിവിയാറ്റൻ വർഗവും ഒരിക്കൽ നശിച്ചു. ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ലിവിയാറ്റന് വംശനാശം സംഭവിച്ചത്. ഒന്നിലധികം പ്രതിസന്ധികൾ ഒരുമിച്ച് വന്നതാണ് അതിന്റെ കാരണം. കാലാവസ്ഥയിലും ആവാസ വ്യവസ്ഥയിലും വന്ന വ്യതിയാനമാണ് പ്രധാന കാരണങ്ങൾ. ആ കാലഘട്ടത്തിൽ ഭൂമി പതിയെ തണുക്കുകയായിരുന്നു. സ്വാഭാവികമായും അപ്പോൾ സമുദ്രവും തണുക്കാൻ തുടങ്ങി. ബലീൻ തിമിംഗലങ്ങളെന്ന ഒരു വർഗം തിമിംഗലങ്ങളുണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവി വർഗങ്ങളാണ് ബലീൻ തിമിംഗലങ്ങൾ. ബ്രഹ്മാണ്ഡമായ നീല തിമിംഗലങ്ങളാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. ലിവിയാറ്റന്റെ കാലഘട്ടത്തിൽ ബലീൻ തിമിംഗലങ്ങൾക്ക് ഇത്രയേറെ വലിപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ തണുപ്പ് കൂടിയ കാലാവസ്ഥ എന്നത് ബലീൻ തിമിംഗലങ്ങൾക്ക് സമൃദ്ധമായിട്ട് വളരാൻ പറ്റിയ കാലാവസ്ഥയാണ്. അതിനു പുറമെ അതേ സമയം തന്നെ സൂപ്ലാങ്ക്ടൺ ജീവികൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ബലീൻ തിമിംഗലങ്ങളുടെ പ്രധാന ആഹാരമാണ് സൂപ്ലാങ്ക്ടൺ. ഈ കാരണങ്ങൾ കൊണ്ട് ബലീൻ തിമിംഗലങ്ങളുടെ വലിപ്പവും ക്രമാതീതമായിട്ട് കൂടാൻ തുടങ്ങി. ലിവിയാറ്റൻ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നത് ബലീൻ തിമിംഗലങ്ങളെ ആയിരുന്നു. അവ വലിപ്പം വെച്ചപ്പോൾ പിന്നെ ലിവിയാറ്റന് അവയെ വേട്ടയാടാൻ ഒരുപാട് പ്രയാസമായി. അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ തീവ്ര വേട്ടക്കാരായ ഒരുപാട് പുതിയ ഡോൾഫിൻ വർഗ്ഗങ്ങളും ഓർക്കകളും ഒക്കെ രൂപം കൊണ്ടു. അപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം വീണ്ടും കൂടുതലായി. അതോടൊപ്പം ആ സമയം സമുദ്രങ്ങളുടെ ജലനിരപ്പും കുറഞ്ഞു. അനന്തരഫലമായിട്ട് സമുദ്രങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥകൾ തന്നെ മൊത്തം മാറി മറിയാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ ആഹാരത്തിന്റെ ദൗർലഭ്യത കാരണം ഒടുവിൽ ലിവിയാറ്റന് വംശനാശം സംഭവിച്ചു.